ഹലോ, വെൽക്കം ബാക്ക് ടു ഇഗ്നോപ്ലസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അഡ്മിഷനെ പറ്റിയിട്ടുള്ളതാണ്. അഡ്മിഷനൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ആരെങ്കിലും എടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നിലവിൽ ജൂലൈ 15 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. പക്ഷേ നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തു നിൽക്കരുത്. കാരണം ഇൻ കേസ് സൈറ്റ് ബ്ലോക്ക് ആവുക അല്ലെങ്കിൽ സൈറ്റിന് എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ വരുമ്പോൾ നമ്മൾ ആ സമയത്ത് ടെൻഷൻ അടിക്കേണ്ടി വരും. അതുകൊണ്ട് നേരത്തെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ ചെയ്യുമ്പം വളരെ സൂക്ഷിച്ച് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് ചേഞ്ച് ആക്കാനൊക്കെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അപ്പം അതുകൊണ്ട് മാക്സിമം അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നല്ലപോലെ ശ്രദ്ധിച്ച് ഓരോ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോഴും അല്ലാണ്ട് നമ്മൾ ഇൻഫർമേഷൻസ് കൊടുക്കുമ്പോഴൊക്കെ തന്നെ സൂക്ഷിച്ച് കൊടുക്കുക. ഇനി എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങളുടെ റീജിയണൽ സെൻറ്ററിലോട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മെയിൽ അയച്ചാൽ മതി. കേരളത്തിൽ 3 റീജിയണൽ സെൻറ്റേഴ്സാണ് ഉള്ളത്: വടകര, ട്രിവാൻഡ്രം. ഇവരുടെയൊക്കെ മെയിൽ നമ്മൾ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ഏത് കോഴ്സാണോ എടുക്കുന്നത് അതിനെ പറ്റിയിട്ട് കംപ്ലീറ്റ് അറിഞ്ഞിട്ട് മാത്രം എടുക്കുക. അവരുടെ കോമൺ പ്രോസ്പെക്റ്റസ് അവിടെ അവൈലബിൾ ആയിരിക്കും. അത് വായിച്ചു നോക്കുക. കൃത്യമായിട്ട് തന്നെ വായിച്ചു നോക്കിയിട്ട് വേണം അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ മേലെ അഡ്മിഷൻ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ മേലെ പ്രോഗ്രാം ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഏതാണോ കോഴ്സ് വെച്ച് അത് നോക്കാം. മേലെ സെർച്ച് ഫോർ പ്രോഗ്രാംസ് എന്നുള്ളത് കാണാം. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതേപോലെ കോഴ്സിൻ്റെ ഫുൾ ഇൻഫർമേഷന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കൽ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നവർ, ഏതെങ്കിലും കോഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ ചോദിച്ചാൽ മതി. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. താഴെ ആ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ള റീജിയണൽ സെൻറ്റേഴ്സും കാണാൻ പറ്റും. എല്ലാ റീജിയണൽ സെൻറ്ററിലും എല്ലാ കോഴ്സും അവൈലബിൾ ആയിരിക്കണമെന്ന് നിർബന്ധമല്ല. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്ന കോഴ്സ് നിങ്ങളുടെ അടുത്തുള്ള റീജിയണൽ സെൻറ്ററിൽ അവൈലബിൾ ആണോ എന്നുള്ളത് കൺഫേം ചെയ്യുക. അതല്ല എവിടെയാണത് അവൈലബിൾ എന്നും കൂടി നോക്കുക. പിന്നെ അഡ്മിഷൻ പോർട്ടലിൽ തന്നെ പോയി കഴിഞ്ഞാൽ മേലെ അഡ്മിഷൻ FAQ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. എല്ലാം വായിച്ച് നോക്കാം. നമ്മൾ മാക്സിമം എല്ലാ എററുകളും ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അതുകൊണ്ട് തന്നെ എല്ലാ അവൈലബിൾ ആയിട്ടുള്ള സോഴ്സുകളും വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അഡ്മിഷൻ എടുക്കാനായിട്ട്. ഇനിയിപ്പം ഓൾറെഡി അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ ഇനി എന്ത് ചെയ്യണം? അഡ്മിഷനൊക്കെ എടുത്തു, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും. അപ്പം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങളെ സ്റ്റഡി സെൻറ്റർ കണ്ടുപിടിക്കാം. റീജിയണൽ സെൻറ്റർ അല്ല, സ്റ്റഡി സെൻറ്റർ. അവിടെ മുന്നേ പഠിച്ചവരോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ടൊക്കെ ഇഗ്നോൻ്റെ എന്തെങ്കിലും സോഴ്സ് അവൈലബിൾ ആയിരിക്കും. ഇത് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ അന്വേഷിക്കുക. എന്നിട്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ആവാൻ അവരോട് പറയാം. അവിടെ മെയിൻ കോർഡിനേറ്റേഴ്സൊക്കെ ഉണ്ടാവും. അപ്പം അവരോട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിക്കാൻ പറയാം. അതാണ് നമുക്ക് നിലവിൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിൽ വരും, നമ്മൾ എൻറോൾമെൻറ്റ് നമ്പറും പാസ്വേഡും ഒക്കെ ആയിട്ട്. അത് ഇഗ്നു സമർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പോർട്ടലുണ്ട്. അതിനകത്ത് കയറിയിട്ട് ന്യൂ രജിസ്ട്രേഷൻ ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ ലോഗിൻ ചെയ്യാം. ഇതാണ് അഡ്മിഷൻ എടുത്താൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരു അഡ്മിഷൻ എടുത്ത് അതൊരു കൺഫർമേഷൻ ആവാൻ ഒരു 2-3 ഡേയ്സ് എടുക്കും. അതിൻ്റെ ഉള്ളിൽ ഈ മെയിൽ വരുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ ഇഗ്നു സമർത്തിൽ ലോഗിൻ ചെയ്യണം. പിന്നെ ലോഗിൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ID കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കണം. അത് നമ്മൾ ആ കോഴ്സ് തീരുന്ന വരെ നമുക്ക് ആവശ്യമുള്ളതാണ് ID കാർഡ്. അപ്പം ഈ ID കാർഡ് ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് എക്സാമിന് പോകുമ്പം, അതേപോലെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പം, പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പം ഒക്കെ ആവശ്യമാണ് ഈ ID കാർഡ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യും. ഇൻ കേസ് നമ്മൾ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ നിങ്ങൾ മറന്നു പോയെങ്കിൽ ID കാർഡ് വെച്ചിട്ട് അതെങ്ങനെയൊക്കെ ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ടാണ് ID കാർഡ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് പറയുന്നത്. പിന്നെ ഇനി നിങ്ങളിപ്പം യൂസർ നെയിം മറന്നു പോയെങ്കിൽ ഇതേപോലെ അഡ്മിഷൻ പോർട്ടലിൽ താഴെ വന്നു കഴിഞ്ഞാൽ ഫോർഗോട്ട് യൂസർ നെയിം എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ, കൺട്രോൾ നമ്പറൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കത് പിന്നെ നമുക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ പാസ്വേഡും നിങ്ങൾ മറന്നുപോയെങ്കിൽ നിങ്ങൾ യൂസർ നെയിം ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാസ്വേഡ് പുതിയതെടുക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. ഡിസ്റ്റൻസ് ലേണിംഗ് ആണ്, നമുക്ക് പറഞ്ഞു തരാനായിട്ട് ആരുമില്ല എന്നൊന്നും ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട. നമ്മളെ നമ്പർ താഴെ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഹെൽപ്പ് ചെയ്യും. അഡ്മിഷൻ ആയിക്കോട്ടെ, രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, അതേപോലെ അസൈൻമെൻറ്റ്, പ്രോജക്റ്റ്, എല്ലാത്തിനും നമ്മൾ ഗൈഡൻസ് തരുന്നതായിരിക്കും. അപ്പം ആരും തന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇതേപോലത്തെ ഇഗ്നോ കോണ്ടൻസിനും നമ്മളെ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.